എല്ലാ മേഖലകളിലും സത്യസന്ധമായിട്ടുള്ളൊരു ഭരണഘടന എല്ലാ മേഖലകളിലും വരണം. അത് മനുഷ്യൻ്റെ മൂല്യങ്ങൾ എന്തെല്ലാമാണ് മനുഷ്യന് വളരുവാൻ അമൂല്യങ്ങളായിട്ടുള്ളത്, അത് സംരക്ഷിച്ചു കൊണ്ടാകുമ്പോൾ അവിടെ പിന്നെ എന്തിനു സമരം വേണം? വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സ്വൈര്യവിഹാരത്തോടുകൂടി അധ്യയനം ചെയ്യാൻ പറ്റുന്ന ഒരിടങ്ങളിൽ പിന്നെന്തിന് സമരങ്ങൾ വേണം? ഇന്ന് നടത്തുന്ന സമരങ്ങളുടെ എല്ലാം പുറകിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും രാഷ്ട്രീയ വളർച്ചകളുമാണെന്നറിയണം. രാഷ്ട്രീയ വളർച്ച രാജ്യത്തെ രക്ഷിക്കുവാനുള്ളതല്ല, തങ്ങളെ വളർത്തുവാനും രക്ഷിക്കുവാനും ഉള്ളതാണെന്നുള്ളൊരവസ്ഥയിലേക്ക് എല്ലാ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അപ്രകാരമുള്ള അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയെന്ന് ഭഗവാൻ പറയുന്നു. എല്ലായിടങ്ങളിലും അധർമ്മം കൊടികുത്തി വാഴുന്നു. അപ്രകാരമുള്ള അധർമ്മത്തെ നിഗ്രഹിക്കാനായിക്കൊണ്ട് ധർമ്മം എന്നുള്ളൊരു ആയുധം കൊണ്ട് ധർമ്മം പ്രചരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം. സത്യവും നീതിയും ന്യായവും വെച്ച് പുലർത്തിക്കൊണ്ട് അപ്രകാരമുള്ള തെറ്റുകൾ എന്താണെന്നും കുറ്റങ്ങൾ എന്താണെന്നും കണ്ടെത്തിക്കൊണ്ടതെല്ലാം പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം. പാവപ്പെട്ട കുട്ടികളെ അക്രമാസക്തരായി വളർന്നു വരുന്ന സമയം മുതൽ തന്നെ അവരുടെ അക്രമങ്ങൾക്കും അനീതികൾക്കും പ്രശോഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം മാറരുത്. അതൊക്കെ തിരുത്തേണ്ടതായിട്ടുള്ള സമയം കഴിഞ്ഞെന്നറിയണം ഓരോരുത്തരും. അച്ഛനെ തിരിച്ചറിയുവാനുള്ള കഴിവില്ല, അമ്മയെ തിരിച്ചറിയുവാനുള്ള കഴിവില്ല, സഹോദരനെ തിരിച്ചറിയുവാനായിക്കൊണ്ടുള്ള കഴിവില്ല, സമൂഹത്തിലുള്ള മനുഷ്യരെ, കുടുംബങ്ങളെ, കൂട്ടങ്ങളെ തിരിച്ചറിയുവാനായിക്കൊണ്ടുള്ള കഴിവില്ലാതെ കണ്ട് അവൻ തെരുവോരങ്ങളിലിരുന്നു കൊണ്ട് അവൻ മാരകമായിട്ടുള്ള സുഖത്തിനു വേണ്ടി മയക്കുമരുന്നിനെ ആശ്രയിച്ചു കൊണ്ട് വിരാജിക്കുന്നു. ആ മയക്കുമരുന്ന് വിതരണത്തിനും അത് കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനും ഏതൊക്കെ സ്ഥാനമാനത്തിരിക്കുന്നവർ അവർക്ക് ചുറ്റും സുരക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടതല്ലേ? എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്? ആരെ നശിപ്പിക്കുവാനാണ്? ആരാണ് ഇവിടെ നശിക്കുന്നത്? ഇപ്രകാരം ചെയ്തിട്ടുള്ള ഓരോരുത്തരെയും ഞാൻ അപ്രകാരം തന്നെ അവരെ ഞാൻ പാഠം പഠിപ്പിച്ചിട്ട് ഇവിടെ നിന്നും പറഞ്ഞയക്കും എന്നും ഭഗവാൻ പറയുന്നു. എന്താ പറയുന്നു? അവൻ തിന്നു കുടിച്ചും മതിച്ചും ആർത്തട്ടഹസിച്ചു നടന്ന അവനെ ഒരു ദിനം ഇതെല്ലാം അവൻ ആർജിച്ചെടുത്തതായിട്ടുള്ള അശുദ്ധ ബോധത്തിൽ നിന്ന് തന്നെ അവൻ ആർജിച്ചെടുത്തതായിട്ടുള്ള കർത്തവ്യങ്ങൾ അതവൻ്റെ തലയിൽ തന്നെ ഇട്ടുകൊടുത്തുകൊണ്ട് അവനെ സുഖിപ്പിക്കുന്നു. അവൻ കാലിലോ കഴുത്തിലോ എപ്രകാരങ്ങളുള്ള രോഗമായോ അപകടങ്ങളിൽ മൂലമൊന്നും ഉണ്ടായിട്ടുള്ള വൈകല്യം മൂലമോ അവനെ തീണ്ടുന്നു. അവൻ കിടക്കുന്ന കിടക്കയിൽ തന്നെ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനാദികൾ കൊണ്ട് അത് തന്നെ ദുർഗന്ധം വമിക്കുന്നതിനെ തന്നെ അവൻ ആ ദുർഗന്ധവായു ശ്വസിച്ചും അതറിഞ്ഞും അതിൻ്റെ കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അവനെ വീർപ്പ് മുട്ടിക്കുന്നു. അവൻ ചെയ്ത പാപങ്ങൾ തന്നെ അവന് നൽകിക്കൊണ്ട് ഞാൻ അവനെ പാഠം പഠിപ്പിക്കുന്നു ഭഗവാൻ പറയും. ഭഗവാൻ നേരിട്ട് വന്നുകൊണ്ട് കത്തിയേറ്റ് കുത്തിയെ ബോംബേറ്റ് പൊട്ടിക്കുക ഒന്നുമല്ല. ഞാൻ ചെയ്തത്
എന്താണ്? ഞാനൊരു സസ്യം, ഒരു വിത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാതെ തന്നെ ആ എറിഞ്ഞ് വീണ ആ സ്ഥലത്ത് കിടന്നുകൊണ്ട് ആ വിത്ത് മുളയ്ക്കും. ആ വിത്തിൽ നിന്നും പല വിത്തുകളുണ്ടായി. അത് പൂക്കും, പുഷ്പിക്കും, അത് വളരും. അത് നല്ലതായിരുന്നാൽ അതിൻ്റെ പൂക്കളും കായ്കളും ഉണ്ടാവും. അത് നല്ലതല്ലാത്തതായിരുന്നാൽ ഇതിൻ്റേതായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന പൂക്കളും വിഷമയമായിട്ടുള്ള കായ്കളുമായി ആയവ വളരും. പിന്നീട് ഞാൻ അറിഞ്ഞോ അറിയാതെ അവിടെ ചെല്ലുമ്പോൾ ആ ദുർഗന്ധം വമിപ്പിക്കുന്ന പൂക്കളും ആ വിഷമയമായി നിലകൊള്ളുന്ന കായ്ക്കളും ഞാൻ തന്നെ കഴിക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയുള്ള നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നിട്ട് വേണോ മനസ്സിലാക്കാൻ. ഭഗവാൻ പറയുന്നു, ഓർമ്മപ്പെടുത്തും. സ്വർഗമെന്നാൽ മരിച്ചതിന് ശേഷമുള്ളൊരവസ്ഥയല്ല. നരകമെന്നാൽ മരിച്ചതിന് ശേഷമുള്ള ഒരവസ്ഥയല്ല. ചിലപ്പോൾ സ്വർഗത്തിലെത്തുന്നത് പല ജന്മങ്ങൾ കൊണ്ടാവാം. അപ്പോൾ പല ജന്മങ്ങളിൽ നമ്മൾ മരിക്കേണ്ടതായിട്ട് വരും. നരകം എന്നനുഭവിക്കാൻ വേണ്ടി പല ജന്മങ്ങളായി നമ്മൾ ജനിക്കേണ്ടതായിട്ട് വരും. ഇന്ന് ചെയ്ത് കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾക്കും അനീതികൾക്കും ഉടയോരായിട്ടുള്ളവർ വീണ്ടും ഇന്നത് അനുഭവിക്കാൻ അവർക്ക് ഇന്ന് മതിയായിട്ടുള്ള അനുഭവങ്ങൾ അവരിലെത്തിയിട്ടില്ല എങ്കിൽ വീണ്ടും അവർ ജനിക്കുകയും അവർ ചെയ്ത പാപത്തിൻ്റെ ഫലം അവർ രോഗമായോ മറ്റും അപകടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള അവസ്ഥകളിൽ നിന്നോ അല്ലെങ്കിൽ ജന്മനാ കിട്ടുന്നതായിട്ടുള്ള വൈകല്യങ്ങൾ കൊണ്ടോ അവൻ അനുഭവിപ്പിച്ചിട്ട് പിന്നീട് അവന് മുക്തി ഉണ്ടാവുള്ളൂ. അറിയണം എല്ലാവരും. അശുദ്ധരായിട്ടുള്ളൊരു തലത്തിലൂടെയും ഒരു ഭാഗത്തേക്കും ഒരു സ്ഥലത്തേക്കും നമ്മൾ നീങ്ങരുത്. നമ്മുടെ മനസ്സെപ്പോഴും നല്ല ചിന്തയോടു കൂടിയും നല്ല ഉണർവുള്ളൊരു മനസ്സിന് നമ്മൾ ഉടമയായി തീരണം എന്ന് പറയുന്നു ഭഗവാൻ. നമ്മുടെ ജീവിതമാകമനം സത്യവും ധർമ്മവും മാത്രമേ നമുക്ക് പാടുള്ളൂ. നമ്മുടെ നാമജപ ഭജനങ്ങൾ നടത്തി മണിക്കൂർ കണക്കിന് നാമജപ ഭജനങ്ങൾ നടത്തി ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ചെയ്താൽ ഈ നാമജപ ഭജനങ്ങൾ ഒരിക്കലും ആ തെറ്റിനെ സഹായിക്കില്ലെന്നറിയണം. എന്നാൽ കുറഞ്ഞ പക്ഷം നാമജപ ഭജനങ്ങളും അപ്രകാരമുള്ള കാര്യങ്ങളിലൂടെ പോകുന്ന ഒരുവൻ അവൻ്റെ ജീവിതത്തിൽ അവൻ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവനായിക്കൊള്ളട്ടെ, അവന് നല്ല മാർഗങ്ങളിലൂടെ അവൻ്റെ ജീവിത സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ എന്നിൽ കാരുണ്യമർഹിക്കുന്നു. അപ്പോൾ ആരാണ് ശരിക്ക് ഭക്തനായി മാറുന്നവൻ? രാവിലെ തൊട്ട് വൈകുന്നേരം ആകുന്നത് വരേക്കും നാമജപങ്ങൾ ചെയ്തുകൊണ്ട് നിന്നവനോ അതോ തൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവൻ്റെ ജീവിത സാഹചര്യങ്ങളാകുന്ന കർമ്മങ്ങളിൽ അവൻ നന്മയും ശാന്തിയും സമാധാനവും കണ്ടെത്തുമ്പോൾ സത്യതയും കൃത്യനിഷ്ഠയും വെച്ച് പുലർത്തുമ്പോൾ അവൻ്റെ കർത്തവ്യം ഇതാണെന്ന് അവൻ ഉണർത്തുമ്പോൾ അവൻ നല്ല ഭക്തനായിത്തീരുന്നു. അവൻ ആയതിലൂടെ മുക്തനായിത്തീരുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അവൻ്റെ ജീവിത സാഹചര്യത്തിലൂടെ അവൻ്റെ ബോധം, കർത്തവ്യം, അവൻ്റെ ചിന്തകൾ, അവൻ്റെ പ്രവൃത്തികൾ ആയ ഭക്തിയിൽ നിന്നും അവൻ മുക്തനാകുന്നു എന്ന് പറയും. എന്താണ് മുക്തനാകുന്നത്? അവനങ്ങനെ സ്വർഗത്തിലേക്ക് പോകും. രാവിലെ മുതൽ വൈകുന്നേരം വരെ മണിക്കൂറുകളോളം നാമം ജപിച്ച് ഭജിച്ചവരേക്കാൾ മുന്നേ തൻ്റെ ജീവിത രീതിയിൽ
അവിടെ ശാന്തിയും സ്വസ്ഥതയും സമാധാനവും കാണുവാനായിക്കൊണ്ട് അവനിൽ കരുണയുള്ളവനായിക്കൊണ്ട് കാരുണ്യമുള്ളവനായിക്കൊണ്ട് സ്നേഹവായ്പുള്ളവനായിക്കൊണ്ട് ജീവിക്കുന്നവൻ തന്നെപ്പോലെയാണെന്ന് ഒരു മനുഷ്യനാണെന്നുള്ള ബോധമുണ്ടായി. എന്നെപ്പോലെയാണ് മറ്റുള്ളവരും എന്ന് അറിഞ്ഞുകൊണ്ടും തനിക്കുള്ളതിൽ കുറച്ചൊരാൾ മറ്റുള്ളവർക്കും കൊടുത്തുകൊണ്ട് ഇനി കൊടുക്കാനില്ല എങ്കിലും അവൻ്റെ മനസ്സുകൊണ്ട് മറ്റുള്ളവർക്കായിക്കൊണ്ട് നന്മ വരുവാനായിക്കൊണ്ട് നല്ലത് വരുത്തുവാനായിക്കൊണ്ട് അവരുടെ കഷ്ടതകളിൽ നിന്ന് മുക്തി നൽകുവാനായിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനും കാരുണ്യം അർഹിക്കുന്നുവെന്നാണ്. പ്രാർത്ഥന കൊണ്ടും ദാനം ചെയ്യാം എന്ന് ഭഗവാൻ പറയുന്നു. പ്രാർത്ഥന കൊണ്ടും ഒരു ചെലവുമില്ലാതെ കണ്ട് കാരുണ്യം വളർത്തിയെടുക്കാം, കരുണാമയനാകാം എന്ന് പറയുന്നു. നമ്മൾ എല്ലാറ്റിനും നമ്മൾ ഏത് മേഖലയിലും കൃഷ്ണമയമായി കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. കൃഷ്ണമയമാണെന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളിരിക്കുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉണ്ണുമ്പോഴും എണീക്കുമ്പോഴും എല്ലാം കൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ട് ഉണരുകയും ഉറങ്ങുകയും ചെയ്യണം എന്ന് പറയുന്നു. ഭഗവാനെ നല്ലത് കേട്ടുകൊണ്ട് ഉണരുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. നല്ലത് കേൾപ്പിച്ചുകൊണ്ട് ഉണരുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. നല്ലത് കേൾപ്പിച്ചുകൊണ്ട് ഉറങ്ങുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. നല്ലത് ചെയ്തുകൊണ്ട് വളരുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. നല്ലത് ചെയ്തുകൊണ്ട് ഉയരുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് എന്താ നഷ്ടമുള്ള ഇങ്ങനെ പറയണമെന്ന്? നിങ്ങളൊന്നുമില്ലാത്തവരാണെന്ന് വിചാരിച്ചു. സമ്പത്തില്ലെങ്കിൽ, അമ്പലത്തിൽ പോകാൻ പണമില്ലെങ്കിൽ, ആരാധന നടത്തുവാനുള്ള അറിവില്ലെങ്കിൽ, നിങ്ങൾക്ക് പോകാനായിക്കൊണ്ടൊരു സമയം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ്റെ സഹായം കിട്ടില്ല എന്നുള്ള ബോധ്യക്കാരാണ്. നിങ്ങളുടെ ജീവിതം തന്നെയാണ് ഈശ്വരനിലേക്കുള്ള വഴി. നിങ്ങളുടെ ജീവിതം തന്നെയാണ് എന്നിലേക്കുള്ള വഴി എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് ജീവിതം? അത് തന്നെ പറയുന്നു വീണ്ടും വീണ്ടും. ധാർമ്മികമായി ആയിരിക്കണം. യുക്തിക്കും വ്യക്തിക്കും മനുഷ്യ സമൂഹത്തിനും ദോഷമില്ലാത്തതായിട്ടുള്ളെങ്കിൽ ഏവർക്കും ഗുണമുള്ള രീതിയിൽ, ഏവർക്കും മാതൃകയാകുന്ന രീതിയിൽ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടും ആരെയും കുറ്റം പറയാത്തതെയും കളിയാക്കാത്തതായിട്ടുള്ള ചിന്തകളും എന്തിനും ഏതിലൊരു നന്മ കാണുന്നവരിലും അങ്ങനെ കാണുമ്പോൾ അവർ എല്ലാറ്റിലും എന്നെ ദർശിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അതാണ് അങ്ങനെ സ്വസ്ഥതയുള്ളൊരു മനുഷ്യനായി, ശാന്തിയുള്ളൊരു മനുഷ്യനായി ഓരോരുത്തരുടെയും ജന്മദിനം ശ്രീകൃഷ്ണ ജയന്തി തന്നെയാണ്. അവിടെ നിങ്ങൾ ആഘോഷങ്ങൾക്ക് കൊടുക്കുന്ന ആ പ്രാധാന്യം നിങ്ങൾ ഒഴിവാക്കണം. അവിടം നിങ്ങൾ ഇന്ന് കാണപ്പെടുന്നതായിട്ടുള്ള ഫാഷനായിട്ടുള്ള ആഹാര രീതികളും ആയ രീതിയിലുള്ള പലഹാരങ്ങളും വെച്ചുകൊണ്ട് ഒരുപാട് ആളുകളെയും മറ്റും വിളിച്ചുകൊണ്ടും നമ്മുടെ നാട്ടിൽ ആഹാരത്തിനും വസ്ത്രത്തിനും മരുന്നിനും വകയില്ലാതെ നടക്കുന്നവരെ കാണാതെ കണ്ട് തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ നീ ധർമ്മം കാണുന്നുണ്ടോ? നമ്മുടെ ഒരു പരിപാടിക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങളെ വിളിക്കണം, ക്ഷണിക്കണം. അവർക്ക് നിങ്ങൾ ഒരുപാട് കൊടുക്കണം എന്നെവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഒരു സാധാരണ മട്ടത്തിൽ നിങ്ങളെക്കൊണ്ട് എന്താ കൊടുക്കാൻ പറ്റുന്നത്? ഒരു ചായയാണോ?
ആയതിലേക്കായിട്ടുള്ള ചെറിയ എന്തെങ്കിലും ഒരു പലഹാരമാണോ, അല്ലെങ്കിൽ ഒരു ചോറ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അത് കൊടുത്താൽ പോരെ. നിങ്ങൾക്ക് കൊണ്ട് സാധിക്കാത്തതായിട്ടുള്ള ഒരുപാട് ആഹാര പദാർത്ഥങ്ങളും ആയതിൽ ഒരുപാട് മാംസങ്ങളും ചേർത്ത് അത് പലതരത്തിലും വേവിച്ചെടുത്ത് ചുട്ടിട്ടും കരിച്ചിട്ടും പൊരിച്ചിട്ടും വേവിച്ചിട്ടും വേവിക്കാതെയും പകുതി വേവിച്ചും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ കാശ് കൊണ്ട് ലളിതമായിട്ടുള്ള രീതിയിലുള്ള നമ്മൾ വളർന്ന സാഹചര്യം അറിഞ്ഞുകൂടെ? വളർന്ന സാഹചര്യത്തിൽ ഒരുപാട് ദിനങ്ങളിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബം അങ്ങനെയാണോ വളർന്നിട്ടുള്ളത്? ഒരുപാട് കറികളോട് കൂടിയാണോ നിങ്ങൾ ഉണ്ടിട്ടുള്ളത്? നിങ്ങളൊരു ചമ്മന്തി കൂട്ടി ചോറുണ്ടിട്ടില്ലേ? ചായയുടെ കൂടെ കറിയില്ലാതെ നിങ്ങൾ അപ്പമോ വടയോ കഴിച്ചിട്ടില്ലേ? വിശപ്പ് മാറ്റാൻ വേണ്ടി കഞ്ഞി കുടിച്ച് വന്നിട്ടില്ലേ? ഇന്ന് ഈ ആർഭാടങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആ ജീവിതം നിങ്ങളെ സ്വസ്ഥനാക്കുന്നുണ്ടോ? നിങ്ങളെ മുക്തനാക്കുന്നുണ്ടോ ജീവിതത്തിൽ നിന്നും? ഒരുപാട് പണം കൊടുത്ത് ഒരു ബർത്ത്ഡേ ആഘോഷിക്കാതെ, ഒരു ബർത്ത്ഡേ ദിവസം, ഒരു പിറന്നാൾ ദിവസം നിർധനരായിട്ടുള്ളവരെ കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ ആഘോഷിക്കേണ്ട. നിങ്ങളെ ആഘോഷം ഒരു വലിയ യജ്ഞമായി മാറും. ആ ആഘോഷങ്ങൾക്കായുള്ളത് ചിലവഴിക്കുന്നത് നിർധനരായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ മരുന്നിനോ മറ്റു ജീവിതത്തിനുതകുന്നതായിട്ടുള്ള അന്നപാനീയങ്ങളോ കൊടുത്തുകൊണ്ട് സഹായ ഹസ്തങ്ങൾ ചെയ്തുകൊണ്ട് അവരെ നിങ്ങൾ ഉദ്ധരിപ്പിക്കുവിൻ. നിങ്ങൾ മഹാനായി മാറും. നിങ്ങളുടെ കുട്ടികൾ മഹാന്മാരായി മാറും, മഹതികളായി മാറും, ഓർമ്മിപ്പിക്കപ്പെടേണ്ടവരായി മാറും എന്ന് ഭഗവാൻ പറയുന്നു. വലിയ വലിയ കേക്കുകളും 5000, 10000 അവരവർ ആവശ്യപ്പെടുന്ന തൂക്കത്തിനനുസരിച്ച് ഒരുപാട് പണമാകുന്ന രീതിയിലൂടെ ബർത്ത്ഡേകൾ മാറുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ക്ഷണിക്കുന്ന ആളുകൾ വെറുതെയാണോ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്? ഒരുപാട് സാധനങ്ങൾ വാങ്ങി, ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങി, അവർ കഴിവുള്ളവരാവാം, കഴിവില്ലാത്തവരാവാം, എന്നാലും വരുമ്പോൾ അവർ ചെയ്യേണ്ടതായിട്ടുള്ളൊരു മര്യാദ അവർ ചെയ്യുന്നു. അവർ പൈസ ഒരുപാട് പോകുന്നു, അവരുടെ സമ്പത്ത് അതിനു വേണ്ടി ഒരുപാട് പോകും. ആയ പ്രകാരം നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴും നിങ്ങൾ പൈസ ഉള്ളവരായാലും പണം ഉള്ളവരായാലും ഇല്ലാത്തവരായാലും അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴും ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ കൊണ്ടുപോകുന്നു. ഓരോരോ വീട്ടിലും നടത്തുന്ന പിറന്നാളിൻ്റെയും മറ്റു ഭാഗമായിട്ട് കിട്ടുന്ന സമ്മാനങ്ങളും അവിടെ വരുന്ന പലഹാരങ്ങളും അതവരെ ഒരുപാട് ഉദ്ധരിക്കുന്നുണ്ടോ? അതവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടോ? ചിന്തിക്കണം. പിറന്നാൾ ഉദ്ധരിപ്പിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന മാനുഷ്യ മൂല്യങ്ങളെ പുലർത്തുവാനായിക്കൊണ്ട് സാധിക്കില്ല എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കും. നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിക്കൊണ്ട് കഴിവ് നൽകണം. നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഉയരുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം.
നല്ല കർമ്മങ്ങളും നല്ല ക്രിയകളും ചെയ്യുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. ജീവിതത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഭഗവാനെ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും അവരവർ ചെയ്യുന്ന പ്രവൃത്തികളും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളും അവരവർ ചെയ്യുന്ന ജോലികളും അവരവർ ചെയ്യുന്ന ക്രിയകളും ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും ഉറപ്പോടുകൂടിയും ഭംഗിയോടുകൂടിയും ഈശ്വരാർപ്പണ ബോധത്തോടുകൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഈശ്വരാർപ്പണ ബോധത്തോടുകൂടിയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും നിലകൊള്ളുന്ന സർവ്വചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് അവരവർ ചെയ്യുന്ന ജോലികളും അവരവർ ചെയ്യുന്ന പ്രവൃത്തികളും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളും അവരവർ ചെയ്യുന്ന ക്രിയകളും അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആയവ അനുഭവിക്കുന്ന ഉപഭോക്താക്കൾക്കും ഏവർക്കും ഗുണം ചെയ്യത്തക്ക രീതിയിൽ കർമ്മം ചെയ്യുവാനുള്ള കഴിവ് നൽകണം, പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകണം, ക്രിയകൾ ചെയ്യുവാനുള്ള കഴിവ് നൽകണം, ജോലി ചെയ്യുവാനുള്ള കഴിവ് നൽകണം. എല്ലാവർക്കും ഗുണം ചെയ്യത്തക്ക രീതിയിൽ എന്ത് പ്രവൃത്തികളായിക്കോട്ടെ, എന്ത് ജോലികളായിക്കോട്ടെ ഭഗവാനോടായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് നല്ലത് കാണിച്ചു തരണം. ഞങ്ങൾ ഇന്നോളം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം പോരായ്മകൾ വന്നിട്ടുണ്ട്, അത് തിരുത്തുവാനായിക്കൊണ്ട് ഞങ്ങൾ പ്രാപ്തനാക്കണം. പകരം ഇനി വരുന്ന ഓരോ ദിനവും ഓരോ നിമിഷവും ഒരാഴ്ചയും ഓരോ മാസവും ഓരോ വർഷവും ഓരോ വർഷങ്ങളും ഒരാഴ്ച ഓരോ മാസവും ഇതിലൂടെ പോകുമ്പോൾ നല്ലതും നല്ലതല്ലാത്തതും തിരിച്ചറിയുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകി, ഇതിനുള്ള അറിവ് നൽകി നല്ലതിലൂടെ മുന്നോട്ട് പോകുവാനായിക്കൊണ്ടുള്ളൊരവസരം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തം ഭഗവാന് എന്തു വേണം, ആ പ്രായശ്ചിത്തം ഉചിതമായ രീതിയിലൂടെ ചെയ്യുവാനായിക്കൊണ്ടുള്ള അറിവും കഴിവും അതിനുള്ള അവസരവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. നമ്മൾ മുമ്പ് ചെയ്തു പോയിട്ടുള്ള എന്തെല്ലാം തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളാണ് വന്നത്, ആ തെറ്റുകുറ്റങ്ങൾക്കൊക്കെ ഒരു പ്രായശ്ചിത്തം ചെയ്യുവാനായി കൊണ്ടുള്ളൊരു കഴിവ് നൽകണം, അതിനുള്ള അറിവ് നൽകണം, അതിനുള്ള അവസരം നൽകണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഏവരും. എന്നാൽ മുക്തിക്കുതകുന്നതായിട്ടുള്ള ജീവിത സാഹചര്യം വന്നു ചേരും. ഒരു വ്യക്തിയെ ഉണർത്തുവാനായിക്കൊണ്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. നല്ലൊരു യുക്തി ആയതിലൂടെ വളർന്നു വരുവാനായിക്കൊണ്ടുള്ളൊരു സാഹചര്യം വന്നു ചേരും. ആയതിൽ നിന്ന് നിങ്ങളെ മോക്ഷപദത്തിലേക്ക് എത്തിക്കുവാനായിക്കൊണ്ടുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും സംവിധാനങ്ങളും ചുറ്റുപാടുകളും നിങ്ങളെ തേടിയെത്തും. അങ്ങനെ നിങ്ങൾ ശുദ്ധബോധമായി ഉയർന്ന് പ്രപഞ്ചബോധമെന്ന ഞാനായിത്തീരും. അവിടെ ഞാനും അവിടെ നീയും, അവിടെ ഞാനും അവിടെ നീയും, അവിടെ നീയും അവിടെ ഞാനും, നമ്മളൊന്നാവും. ഞാനെന്നുള്ള ഭാവം പോയി നമ്മളായിത്തീരുന്ന അവസ്ഥ വരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും സർവ്വ കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും വിശപ്പും തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യവതികളും ഉന്മേഷവതികളും സന്തോഷവതികളും ഈശ്വരവിശ്വാസികളും ക്ഷമയുള്ളവരും ആരോഗ്യമുള്ളവരും ആയുസ്സുള്ളവരുമാക്കി തീർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും
ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ഭഗവാനെ. പ്രാർത്ഥിച്ചൂടെ? ഭഗവാനെ, ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന ദേഹപരമായും മനോപരമായും ബോധപരമായും ഉപബോധപരമായും സർവബോധ തലങ്ങളിലും സർവബോധ മണ്ഡലങ്ങളിലും ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന സർവ്വചിന്തകളിൽ നിന്നും സർവ്വപ്രവൃത്തികളിൽ നിന്നും സർവ്വകർമ്മങ്ങളിൽ നിന്നും സർവ്വക്രിയകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി, അനുഗ്രഹിക്കണം ജഗദീശ്വരി. പ്രാർത്ഥിച്ചോളൂ. നമുക്ക് ദേവി അല്ലെങ്കിൽ ഭഗവാനെ എല്ലാം ഒന്ന് തന്നെ. ഭഗവാനെ, ലോകത്തിൽ ശാന്തിയും സമാധാനവും കൈവരുത്തണം. സത്യവും ധർമ്മവും നീതിയും ന്യായവും ലോകത്തിൽ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. ആയതിനായിക്കൊണ്ട് ഉദ്ധരിപ്പിക്കണം ഏവരെയും ഭഗവാനെ. ലോകമാസകലം സത്യവും ധർമ്മവും ശാന്തിയും സമാധാനവും എല്ലാ മേഖലകളിൽ വാഴേണ്ടതായിട്ടുണ്ട് എന്നുള്ള തലത്തിലുള്ള ശുദ്ധമായിട്ടുള്ള പ്രവൃത്തികളെയും പ്രവർത്തനങ്ങളെയും അകറ്റിക്കൊണ്ട് ശുദ്ധമായിട്ടുള്ള പ്രവൃത്തികളും പ്രവർത്തനങ്ങളും വേണ്ടതായിട്ടുണ്ട്. ആയതിനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. അങ്ങനെ പറയുന്നു ഭഗവാൻ. ഇപ്രകാരമെല്ലാം വിവരിച്ചിട്ട് ഉള്ളതിൽ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളോ വിഷയങ്ങളോ വ്യക്തിപരമായിട്ടോ അല്ലാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആയവരോടെല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. പകരം ഏതെങ്കിലും തരത്തിലുള്ള ഏവർക്കും യോജിപ്പുള്ളതായിട്ടുള്ള നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാനിൽ നിന്നുള്ളതായിട്ടുള്ള വാക്കുകളാണെന്നറിയണം. അല്ലാത്തതായിട്ടുള്ള വാക്കുകൾ, തെറ്റായിട്ടുള്ളത് വാക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കവിയല്ലാത്തതായിട്ടുള്ള എൻ്റെ കാവ്യത്തിൽ നിന്നുണ്ടായതാണെന്നറിയണം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും ആയവരിൽ നിലകൊള്ളുന്ന ആത്മചൈതന്യയെ സ്മരിച്ചുകൊണ്ട് മഹാത്മാവായി നിലകൊള്ളുന്ന ജന്മദിനം ലോകമാസകലം കൊണ്ടാടുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ മനസ്സാ സ്മരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ലോകത്തിലെ ശാന്തിയും സമാധാനവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ, ലോകമാസകലം ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും പ്രണാമം. നമസ്കാരം.